ഹലോ വാട്സ്ആപ്പ് ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് കളിച്ചിട്ട് അടുപ്പിച്ച് 1-2 ആഴ്ചയായി. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ പിന്നെ സൂപ്പർ മാർക്കറ്റ് എടുത്ത്, അപ്പം നമുക്കിനി നേരെ ഗെയിമിലോട്ടോ ഗൈസ്. ലെറ്റ്സ് ഗോ. ഇപ്പോൾ കടയിൽ സാധനമൊന്നുമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ $127 ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. ലൈസൻസ് അല്ലല്ല, ബിൽസ് അല്ല, ഗ്രോത്ത് അല്ല, സ്റ്റോറേജ് ആണ് ഗൈസ്. ഇതല്ലല്ല, മാനേജ്മെന്റ് അല്ലേ ഗൈസ്. മാനേജ് മാർക്കറ്റിലായിരുന്നല്ലോ നമ്മൾ സംഭവം വാങ്ങിച്ചത്. നമുക്ക് വില കുറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. ഇപ്പൊ $36 അടുത്ത ഇതും വാങ്ങിക്കാം. ചീസ് $85. നമുക്കൊരു മുട്ടയും കൂടെ വാങ്ങിക്കാം. $108 ഗൈസ്. കുറച്ച് $114 ഞാൻ പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ ഇതൊന്നും എടുത്ത് വെച്ചോട്ട് ഗൈസ്, എന്നിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് നമുക്ക് നമ്മളെ മാമന് ബില്ലടിച്ചു കൊടുക്കാം. നമ്മളെ മാമൻ വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ക്യാഷ് ആണ് 2.70 ഗൈസ്. ഓക്കെ, കൊടുത്തു വിട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 100K ആയിരുന്നു ഗൈസ്. ഇപ്പൊ നമ്മൾ റോഡ് ടു 120K ആണ് ഗൈസ്. ഒരു 8 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയ 120K ആകും ഗൈസ്. ഗൈസ് ഇവിടെ സ്ഥലമില്ല. 2 കുപ്പി ഓർഡർ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു കവറിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് കുപ്പി വെള്ളത്തിനകത്ത് 2 സ്ലോട്ട് എടുക്കും ഗൈസ്. ഫ്രിഡ്ജിൽ നിന്ന് 2 സ്ലോട്ട് എടുക്കും. ഒരു സ്ലോട്ട് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എങ്കിൽ 2 കുപ്പിയുള്ള ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കായിരുന്നു ഗൈസ്. പക്ഷെ ഇത് 2 സ്ലോട്ട്. എനിക്കറിയാം ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന്. ഞാൻ പറഞ്ഞുതരാം ഗൈസ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബില്ല് അടിച്ചു കൊടുത്തോട്ട് ഗൈസ്. അടുത്ത മാമൻ വന്നിട്ടുണ്ട് ഗൈസ്. എന്നെ ചെറുതിലെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ള മാമനാണ്. ഹലോ, സുഖമാണോ? മാമൊന്നും വിളിച്ചില്ല ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞുതരാം. കണ്ട ഗൈസ്, ഇതിപ്പം ഇതുപോലത്തെ ഒരു പെട്ടി വെള്ളമാണ് ഗൈസ്. ഇതുപോലത്തെ സെയിം പെട്ടി വെള്ളമാണ്. പക്ഷെ ഉണ്ടോ ഗൈസ്, ഇവിടെ ഇതിനകത്ത് എത്ര ഉണ്ട്? 1 2 ഗൈസ് 16 കുപ്പി വെള്ളമുണ്ട്. 8 എണ്ണ ഒരു സ്ഥലത്ത് കയറുള്ളൂ. അപ്പം 2 സ്ലോട്ടിലായിട്ടേ 16 കുപ്പി വെക്കാൻ പറ്റും. അതുകൊണ്ട് സ്ഥലം തീർന്നു ഗൈസ്. ഓക്കെ. 80 ഇതുണ്ടായിരുന്നു ഗൈസ്, ഞാനത് കണ്ടില്ല. 80 സെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഗൈസ് ഇത് അടുത്തിന് നിങ്ങൾ ഏത് ഗെയിം കളിക്കണമെന്ന് കമന്റ് പറയുക. ഈ ഗെയിം വരാൻ ലേറ്റ് ആയി. നമുക്ക് കുറച്ച് പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരീക്ഷയൊക്കെ തീർന്നപ്പോൾ ലേറ്റ് ആയി ഗൈസ്. $25 25.5. ഓക്കെ ഗൈസ്, ആരോ ഫോട്ടോ ഷൂട്ടൊക്കെ ഇട്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫേമസ് ആയെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഇങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, മിസ്റ്റർ മീറ്റിനെയൊക്കെ പോലെ ഇരിക്കണില്ലേ ഗൈസ്. 9.0. ഓക്കെ. എഗ് ഇല്ലെന്ന്, എഗ് വയ്ക്കാൻ സ്ഥലമില്ല അണ്ണേ. 0 ഗൈസ്. ഇത് ക്രെഡിറ്റ് കാർഡാണ്. 10.0. ഓക്കെ ഓക്കെ. അതിന് നമുക്ക് സ്ഥലം വന്നു. സ്ഥലം വന്നു. നമുക്ക് മുട്ട എടുത്ത് വയ്ക്കാം. വെച്ചോ. കണ്ടാ ഗൈസ്, ഇതൊക്കെ ഒരു പെട്ടി മൊത്തം ഒരു സ്ലോട്ടിൽ തന്നെ വയ്ക്കാൻ പറ്റും. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. വെള്ളം 2 സ്ലോട്ടിലായിട്ടിരിക്കും. സമയം ഇപ്പൊ ഏകദേശം 3 മണിയായി. ഇൻ ഗെയിമിലാണ് ഗൈസ്, വീട്ടിലുള്ള സമയമല്ല, ഇൻ ഗെയിം. 3.20. എനിക്ക് ട്യൂഷൻ വെച്ച് പോകണം. കോഫി പൗഡർ ഇല്ല ഗൈസ്. കോഫി പൗഡറൊക്കെ നമുക്ക് നൈസായിട്ട് സെറ്റ് ആക്കാം ഗൈസ്. നമുക്ക് പെട്ടെന്ന് കുറച്ച് സാധനം എടുത്ത് വെച്ചാലോ. കസ്റ്റമറൊക്കെ വെയിറ്റ് ചെയ്യായിരിക്കുമല്ലോ. 17.00. ഓക്കെ. രൂപയുള്ള ക്യാഷ് ആണ് ഗൈസ്. 17.
17.50 ഉണ്ട്. ഓക്കെ പോട്ടെ. ഓക്കെ പെട്ടെന്ന് ബില്ലടിച്ചിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്യാം. 70 സെന്റ്. ഓക്കെ അടുത്തൊരു അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. ഫോട്ടോ ഷൂട്ടർ. അപ്പൂപ്പോ സുഖം തന്നെ. 0.45 അല്ലേ, 50 കൊടുക്കണം അല്ലേ ആണ്. ഗൈസ് ഡോളർ അല്ലായിരുന്നു ബാക്കടി. ഞാൻ വെറും $6 കൊടുക്കേണ്ടതിന് വരെ എല്ലാം കൂടെ എടുത്ത് കൊടുത്തേന്. ഓക്കെ ക്യൂ ആയി തുടങ്ങി. ഞാൻ പെട്ടെന്ന് ബില്ലടിക്കാൻ പതുക്കെ വെച്ച് വാങ്ങിക്കൊണ്ട് 16.5. ഓക്കെ പെട്ടെന്ന് പൈസ പെട്ടെന്ന് ഫാസ്റ്റ്. ഇതാര് ഗൈസ്? മിഷൻ ഇമ്പോസിബിൾ മറ്റേ 9.80. ഓക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ച് സംഭവങ്ങൾ കൊടുക്കും. അതിനുമ്പ് ലൈറ്റ് കിട്ടും. ലൈറ്റ് ഓൺ ആയിക്കോ. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കും. അമ്മച്ചി വരാൻ വെയിറ്റ്. നമ്മളിൽ അത്യാവശ്യം പൈസയായി. ബ്ലാക്ക് കോഫി ഒരുപാട് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കോഫി ഇപ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തു. വലിയ ക്യൂ ഇല്ലല്ലോ, അതാ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഇട്ട് പറക്കി വെക്കില്ലേ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. നിൽക്കുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ബില്ലടിച്ച് കൊടുത്തു തരണം. പെട്ടെന്ന് 15.00. ഓക്കെ പോട്ടെ. അടുത്ത ആള് വരട്ടെ. സ്പീഡ് 7.07. ജോലി ചെയ്യുന്നില്ലേ? ഇല്ല ഗൈസ്, രാത്രിയല്ലേ, ജോലിക്ക് പോയിട്ട് വന്നേരി. ഓക്കെ അമ്മച്ചി പോട്ടെ. അടുത്തൊരു മാമ വന്നിട്ടുണ്ട്. എത്രയാണ് മാമ? $5 ഗൈസ്. പോട്ടെ ഗൈസ്. നമുക്കൊരു ക്യാഷ്യറിനെ നിർത്തണം ഗൈസ്. ക്യാഷ്യറിന് അത്യാവശ്യം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഓടേണ്ടി വരും ഗൈസ്. അടുത്ത് 90 സെന്റ് ആണ് ഗൈസ്. ഓക്കെ ഏതോ സയന്റിസ്റ്റ് അമ്മച്ചി വന്നു ഗൈസ്. അമ്മച്ചിക്കും പൈസ കൊടുക്കും. അമ്മച്ചി ബാലൻസ് കൊടുക്കണം. ഓക്കെ ഞാൻ ബില്ലടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തോന്നൊക്കെ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഓക്കെ ഇത്ര ഗൈസ് $93. കട അടയ്ക്കാൻ സമയമായി. 30 ആണല്ലേ. ഓക്കെ ലാസ്റ്റ് ആൾ. പിന്നെ ഈ ക്യാഷ് എടുക്കണം ഭയങ്കര പാടാണ്. $16. ഞാൻ ഇന്നും പറയും, നാളെയും പറയും, ഇനിയും പറയും. ക്യാഷ് കൊണ്ടുവരണവരെ ഡീൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. വെള്ളം മാത്രമേ വെക്കാറുള്ളൂ. ഈ വെള്ളം കൂടെ വെക്കുന്നില്ല. വെള്ളം മാത്രമേ ഇപ്പൊ ഫ്രിഡ്ജിനകത്തുള്ളൂ. പിന്നെ എൻ്റെ $217 കിട്ടി. കട ക്ലോസ് ചെയ്യും. ഓക്കെ കട ക്ലോസ് ചെയ്ത് സേവ് ആയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനൂടെ. ചീസിന് വില കുറഞ്ഞു ഗൈസ്. ചീസ് നമ്മളില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ഒന്നിനും വില കുറഞ്ഞില്ലല്ലോ. ഗൈസ് ഷുഗറിന് കുറഞ്ഞു. മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 4.91. നമുക്ക് 4.50 കൊടുക്കാം ഗൈസ്. ഇത് ചെക്ക് ചെയ്യണം കേട്ടോ ഗൈസ്. ദിവസവും നമുക്ക് ഇനി ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇത് നോക്കട്ടെ, ഇത് ഓക്കെയാണ്. ഇതിന് ഞാൻ പൈസ ഇട്ടില്ല. മാർക്കറ്റ് പ്രൈസ് 5.78. നമുക്കും 5.70 ഇടാം ഗൈസ്. നമുക്ക് അത്രയൊക്കെ കുറച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് 5.70 ഇടാം, അല്ല 3.70. ഓക്കെ നമ്മൾ 1 സെന്റ് ഒക്കെ കുറച്ചാണ് ഗൈസ് കൊടുക്കണം. ഇതിനെത്ര? 780 ഉണ്ടോ? അപ്പം 7.70. ഓക്കെ
സെറ്റ്. വെള്ളത്തിന് എത്ര ഇടണം ഗൈസ്? വെള്ളത്തിന് പൈസ കുറഞ്ഞു ഗൈസ്. 2.00. ഓക്കെ, സെറ്റ്. നമുക്ക് കുറച്ച് സംഭവങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് കട തുടങ്ങും. മാർക്കറ്റിൽ പോയിട്ട് ഗൈസ്, ഈ ഡാർക്ക് കോഫി, ഈ ടീ ബ്ലാക്ക് കോഫിക്കൊക്കെ ഭയങ്കര ഇതാണ് ഗൈസ്, ഡിമാൻഡാണ്. ടീ ബ്ലാക്ക് ഇത് വരട്ടെ $89. അയ്യോ ഗൈസ്, ഞാൻ ഫ്രിഡ്ജ് വെക്കേണ്ട വാങ്ങിച്ച്. പാല് വേണ്ട. അടുത്ത് ചീസ് ആണോ? ചീസ് പിന്നെ വേണ്ട. എല്ലാം ഒന്നുകൂടെ ഞാൻ വാങ്ങിച്ചു. ഓക്കെ, പറിച്ച്. അതെ ഗൈസ്, ഞാൻ സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ച് നമുക്ക് പിന്നെ കട തുറക്കണം ഗൈസ്. കട ഓപ്പൺ ആക്കാം. ഓപ്പൺ ആയിക്കോ. പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി അടിക്കാം. പക്ഷെ ഇനി നമുക്ക് അടുത്ത് എന്തെങ്കിലും അൺലോക്ക് നോക്കാം ഗൈസ്. അടുത്ത ഫുഡ് ലൈസൻസിന് എത്രയോ? ഫർണിച്ചേഴ്സിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. നമുക്ക് ഒരു ഫ്രിഡ്ജും കൂടെ വാങ്ങിച്ചാലോ ഗൈസ്? ഒരു ഫ്രിഡ്ജ് കൂടെ കാറ്റഗറി സൈനൊക്കെ നമുക്ക് വാങ്ങിച്ചിടാൻ പറ്റും. സ്പീക്കറും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അടുത്ത് സ്പീക്കർ വാങ്ങിക്കാം. അപ്പൊ കസ്റ്റമർക്ക് കൂടുമായിരിക്കും. ഡെക്കറേഷൻസ് ഉണ്ട് ഗൈസ്. ഇപ്പൊ വേക്കറങ്ങോ, അവിടെ ആരോ കസ്റ്റമർ ഇരിക്കണം. ഓക്കെ ഗൈസ്, ഞാൻ പെട്ടെന്ന് ബില്ലെടുത്ത് കൊടുത്തു. 10. അടുത്ത അമ്മച്ചി 9.10 അല്ലേ? പക്ഷെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലേ അമ്മച്ചി എവിടെന്നാ പറഞ്ഞേ? അമ്മച്ചി ഒന്നും മിണ്ടല്ലേ? പിന്നെ സയന്റിസ്റ്റ് അമ്മച്ചി വന്നു പോയി. പ്രാവശ്യം ക്രെഡിറ്റ് കാർഡാണ്. 11.4. നമുക്ക് മാനേജ്മെന്റ് പോയിട്ട് ഫുഡ് ലൈസൻസ് എടുത്ത് അതിന് അടുത്ത 400 രൂപ. 14.9. ഓക്കെ, അടുത്ത 9 സെന്റ് ആണ്. ഓക്കെ, അടുത്ത് പിന്നെ ഒരു അമ്മച്ചി പറഞ്ഞു. അമ്മച്ചിയും പൈസ എൻ്റെ കൊടുത്തു. എൻ്റെ $153 ഉണ്ട്. അടുത്ത് നമുക്ക് മാർക്കറ്റിലല്ലോ, മാനേജ്മെന്റ് പോയിട്ട് ഗൈസ്, ഇതില് ബാങ്കില് നമുക്കൊരു ലോൺ എടുത്താലോ? നമുക്കൊരു ലോൺ എടുത്താലോ? എടുക്കാല്ലേ? 750 രൂപയ്ക്ക് ഒരു ലോൺ ഉണ്ട്. അല്ലേ ഓക്കെ, അത് കൊടുത്തിട്ട് വേറൊരു മാവന് വന്നിട്ടുണ്ട്. അയാളെ ക്രെഡിറ്റ് കാർഡാണ്. 0.0. നമുക്ക് ഇറങ്ങിയിട്ട് അടുത്ത ആള് ഇത്ര പെട്ടെന്ന് ടെലപ്പോർട്ടായിരുന്നു. മാമ പേരെന്താണ്? മാമന്റെ പേര് പ്രദീപ് എന്നാണ്. നല്ല പേര് മാമ. ഓക്കെ, 15.0. ഓക്കെ,
പിന്നെ മണി എൻ്റെ പിന്നെ ഒരു 15.4 അതും കൊടുത്ത് ഗൈസ്. പിന്നെ ഒരു ജേഴ്സി വന്നു. ജേഴ്സിക്ക് എന്തോന്ന് 3.30 3 ആയിരുന്നല്ലേ, ഞാൻ 2 കൊടുത്തു. നമുക്ക് ലീവ് ആയിട്ട് ഇതിൽ കയറി മാനേജ്മെന്റിൽ നിന്ന് അടുത്ത ലൈസൻസ് എടുക്കണമെങ്കിൽ ബില്ല് അടയ്ക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ബില്ലടയ്ക്കുന്നുണ്ട്. ബില്ലടച്ചപ്പോ എന്റെ പൈസയൊക്കെ തീരും. ഗൈസ് നമ്മൾ ലെവൽ 10 എത്തിയാലേ നമുക്കിനി വേറെ എംപ്ലോയിനെയൊക്കെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ലെവൽ 8 എത്തിയുള്ളൂ. നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ടോപ്പിൽ നോക്കി കാണാൻ പറ്റും 7.7. ഗൈസ് രാത്രിയായി തുടങ്ങി, നമുക്ക് ലൈറ്റ് ഇടണം. ഓക്കെ, ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ട് ഓക്കെ, പെട്ടെന്ന് ഫാസ്റ്റ്. ഓക്കെ, എൻ്റെ പിന്നെയും പൈസ 29 85 ഉണ്ട്. ക്രെഡിറ്റ് കാർഡാണ് 19. പൈസയാണ് 75. ഓക്കെ, നമുക്കൊരു ലോൺ എടുക്കാൻ പോകാം. മാനേജ്മെന്റ് കയറി ലൈസൻസില്ല, അത് നോക്കാൻ കഴിച്ചു. ഇപ്പം ലോൺ എടുക്കാനുള്ള സംഭവം $46. 46.8. പോട്ടെ. അടുത്ത് പിന്നെ ക്രെഡിറ്റ് കാർഡ് 15.40. പിന്നെയും മാമൻ വന്ന് കുറെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ചു 22.72. ഓക്കെ, 17.85. ഓക്കെ, അതും കൊടുത്ത് വിട്ടു. ഇപ്പൊ എൻ്റെ കയ്യിൽ $293 ഉണ്ട്. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താലോ? ഇതാണോ പ്രൈസ്? ഇത് ഓരോന്നിന്റെ പ്രൈസ് ആണ്. അല്ലെ നമുക്കൊരു സ്പീക്കർ വാങ്ങിച്ചാലോ? അല്ലെ വേണ്ടത്. നമുക്ക് ഇതില് മാർക്കറ്റിൽ ഡെക്കറേഷൻസിലും എല്ലാം ഫർണിച്ചറില് നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാം ഗൈസ്. ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. രാത്രി ആയതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഡേ എൻഡ് ചെയ്യാം. ഡേ എൻഡ് ആയി ഗൈസ്. നമ്മളതിൽ ഇപ്പൊ $296 ലെഫ്റ്റ്. ടീ പാക്കിന് ഇത് കുറഞ്ഞു ഗൈസ്. ഇതാണോ ടീ പാക്ക്? ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ ഗൈസ്. 5.50 ആയി. നമുക്ക് 5.40 ഇടാം. 5.10 അല്ല, 5.40. 90. അത് ഞാൻ ഇട്ട്. അയ്യോ, ഒന്നും മതി. ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. 25.10. ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ സംഭവം $25. 25 സെന്റ് ഗൈസ്. ഓക്കെ,
ഗൈസ് ഒരാള് ചീസില്ലെന്ന് പറഞ്ഞു പോയി. $41 ഗൈസ്. 41.10. ഓക്കെ, എന്റെ കയ്യിൽ ഇപ്പൊ $146 ഉണ്ട് ഗൈസ്. ഒരേപോലത്തെ രണ്ടാള് അവിടെ ഗൊമ്മാരെ, ഒരേപോലത്തെ രണ്ടാള് ഗൈസ്. ഇതെങ്ങനെയാണ് ഗൈസ് ഒരേപോലത്തെ രണ്ടാളൊക്കെ പറഞ്ഞത്? ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേപോലെ ഒരു കടയിൽ ഒരേപോലത്തെ രണ്ടാള്? ഞാൻ ഇപ്പൊ അടുത്ത് നിൽക്കുമ്പോ കാണിച്ചത് കണ്ട ഗൈസ്, രണ്ടും ഒരേ ആള്. അതും കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ഈ മാമന് പൈസയാണ് ഗൈസ്. 5. മോനെ ഈ പപ്പായ ജ്യൂസ് എവിടെ കിട്ടും ഗൈസ്? മാമ പപ്പായ ജ്യൂസ് എവിടെ കിട്ടുമെന്ന് ചോദിച്ച്. പപ്പായ ജ്യൂസ് എനിക്ക് അറിഞ്ഞൂടാ മാമോ, അപ്പുറത്തെ കടയിൽ വല്ലതും കാണുമായിരിക്കും. അത് വേണ്ട. അയ്യോ മൈനസ് ഒരു 10 കൊടുത്തു. ഓക്കെ, ഇനി ഒരു 5 സെന്റും കൂടെ. ഓക്കെ, സെറ്റ്. ഇത് 33 ഗൈസ്. 20, 10, 1, 2, 3. അടുത്ത 60 ഗൈസ്. 10, 10.25. ഓക്കെ, അടുത്തൊരു മാമ വന്നു. പൈസയാണ്. അടുത്ത് 43 അല്ലേ? 43. ഇനി 40 സെന്റ് അല്ലേ ഗൈസ്? 1, 2, 3. എൻ്റെ അടുത്ത് 1, 2, 90 ആണ്. 25, 10. ഓക്കെ, ഓക്കെ, അതും കൊടുത്തു ഗൈസ്. ഇതെത്ര? എൻ്റെ 0. ഓക്കെ, 20.00. ഓക്കെ, അതും കൊടുത്തു വിട്ടു ഗൈസ്. ഇപ്പൊ എൻ്റെ $284 ഉണ്ട് ഗൈസ്. ഞാൻ അത്യാവശ്യം റിച്ചായി. റിച്ചായെന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഓർഡർ ചെയ്താൽ ഇപ്പൊ പൈസ എല്ലാം തീരും. അത് വേറെ കാര്യം. ഈ അമ്മച്ചി ബൾക്കാണ് ഗൈസ്, ഒരുപാട് സംഭവം. 10, 5, 2, 2. 60 ആണ് ഗൈസ്. 60 സെന്റ്. ഓക്കെ, ഈ അമ്മച്ചി ബൾക്കാണ് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ഈ മുട്ട പപ്സ് എവിടെ കിട്ടും ഗൈസ്? മാമ മുട്ട പപ്സ് എവിടെ കിട്ടും ഗൈസ്? നിങ്ങൾക്ക് മുട്ട പപ്സ് കിട്ടുന്ന കട അറിയാമോ? 15. ഓക്കെ മാമ, എനിക്ക് അറിഞ്ഞൂടാ മുട്ട പപ്സ് എവിടെ കിട്ടുമെന്ന്. 12.30. ഓക്കെ, വീണ്ടും ക്രെഡിറ്റ് കാർഡിൽ 6.00. ഞാൻ കടയിൽ ലൈറ്റ് ഇട്ടത് അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. ഓക്കെ, കടയിൽ സാധനം തീരാറായി. ഈ അമ്മച്ചിക്ക് ഇവിടെ മോനെ ഈ മധുരം ഇടാത്ത പപ്പായ ജ്യൂസ് അവിടെ കിട്ടും? എനിക്ക് അറിഞ്ഞൂടാ മാമോ, മാമൻ പോയി. 13.40. ഓക്കെ, 7.00. ഇത് നമുക്ക് കുറച്ച് സംഭവങ്ങൾ കാർട്ടിൽ ഇട്ടേക്കാം ഗൈസ്. ഇപ്പൊ എൻ്റെ $433 ഉണ്ട് ഗൈസ്. നമുക്ക് മാനേജ്മെന്റിൽ പോയിട്ട് ലൈസൻസിന് പുതിയൊരു ഫുഡ് ലൈസൻസ് എടുത്താലോ ഗൈസ്? എടുക്കാം, ഞാൻ എടുക്കാം. പുതിയൊരു പ്രൊഡക്റ്റ് ലൈസൻസ് എടുത്തു ഗൈസ്.
നമുക്കൊരു ഷെൽഫും കൂടെ വാങ്ങിച്ചു വയ്ക്കാം. അയ്യോ, ഷെൽഫ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ഗൈസ്. അതിന്റെ ഒരു അമ്മത്തിന് ഇപ്പൊ കട അടയ്ക്കാൻ സമയമില്ല ഗൈസ്. അയ്യോ, പൈസ കൊടുത്തില്ലല്ലോ. 90 രൂപ. മാമ ഫുള്ള് ഹെൽത്തിയാണ്. ഒരു കുപ്പി വെള്ളവും പിന്നെ കുറച്ച് ഇതും എടുത്തേ ഉള്ളൂ ഗൈസ്, കോഫി പൗഡർ. എടാ ഹെൽത്തി കുട്ടാ. ഓക്കെ, അതും കൊടുത്ത് വിട്ട്. അടുത്ത അമ്മച്ചി ക്രെഡിറ്റ് കാർഡാണ് ഗൈസ്. 4.30. പെട്ടെന്ന് ലീവായിട്ട് പെട്ടെന്ന് മാർക്കറ്റില് പ്രൊഡക്റ്റില് പുതിയ സംഭവം ആ ഗൈസ് വന്നു. ഓ, പുതിയ സംഭവങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ട് ഗൈസ്. ഞാനിനി എന്ത് ചെയ്യും? ആ, സോൾട്ട് ഉണ്ട് ഗൈസ്. ഉപ്പ് വന്നു ഗൈസ്. നമ്മളെ കടയിൽ ആദ്യമായിട്ട് ഉപ്പ് വന്നു. പീനട്ട് ബട്ടർ ഒക്കെ വന്നു ഗൈസ്. എൻ്റെ കയ്യിൽ വാങ്ങിക്കാൻ പക്ഷെ പൈസ ഇല്ല. നമുക്കിപ്പോ തൽക്കാലത്തേക്ക് സ്പെഗറ്റി വാങ്ങിക്കാം ഗൈസ്. $42 നമുക്ക് പർച്ചേസ്. ഓക്കെ, നമുക്കിനി കട തുറക്കാം. ഓപ്പൺ. നമുക്ക് നമ്മളെ കടയ്ക്ക് പേരിടാൻ പറ്റൂ. ഒബ്ജക്റ്റീവ് നെയിം യുവർ സ്റ്റോർ എന്നിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കങ്ങനെ കടയ്ക്ക് പേരിടണം. ഇതിലൊന്നും ഇല്ലല്ലോ. സ്റ്റോറല്ല, മാർക്കറ്റില് പ്രോഡക്ട്സ്, ഫർണിച്ചർ, ഇതിലെങ്ങനെയാണ് നമ്മൾ കടയ്ക്ക് പേരിടുന്നത്? മാനേജ്മെന്റിൽ വല്ലതും ഉണ്ടോ? ഗ്രോത്തില് വല്ലതും ഉണ്ടോ? ഇല്ല. ഹയറിങ്ങില്, സ്റ്റോറേജ് $800 കൊടുത്ത് അൺലോക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഓ ഗൈസ്, നമ്മൾ ഉപ്പിനൊന്നും പ്രൈസ് സെറ്റ് ആക്കിയില്ല. അയ്യോ, മറന്നു ഗൈസ്. ഉപ്പിന് $2 ഗൈസ്. നമുക്ക് 1.99 കൊടുക്കാം. ലെറ്റ്സ് ഗോ. സ്പെഗറ്റിക്കും കൊടുത്തില്ല ഗൈസ്. 6.62 ആണ് ഗൈസ്. നമുക്ക് 6.60 കൊടുക്കാം. ഇനി ഭയങ്കര വിലക്കൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മളെ സ്റ്റോറിന്റെ പേരെങ്ങനെ മാറ്റണം? നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല ഗൈസ്. എങ്ങനെയാണ് ഗൈസ് മാറ്റുന്നത്? ഇല്ല ഗൈസ്, മാറ്റാൻ പറ്റില്ലല്ലോ. സ്റ്റോറിന്റെ പേര് മാറ്റണം. എനിക്ക് കമ്പ്യൂട്ടറിൽ തന്നെ എല്ലാം കാണാൻ കഴിയും. മാനേജ്മെന്റ് പോയിട്ട് ചേഞ്ച് എന്താണ്? ഓ ഗൈസ്, നമുക്ക് എൻട്രൻസ് ഇങ്ങനെ മാറ്റാൻ പറ്റും. എന്നാ ഗൈസ്, ഇത് കൊള്ളാം ഗൈസ്. ഈ സംഭവം കൊള്ളാം. ഓ, സ്റ്റോർ നെയിം കണ്ട ഗൈസ്. $250 കൊടുത്ത് നമുക്ക് സ്റ്റോറിന് പേരിടാൻ പറ്റും. നമുക്ക് $250 ആകുമ്പോൾ നമുക്ക് പേരിടാം ഗൈസ് സ്റ്റോറിന്. ഓക്കെ, ചേഞ്ച് ഒന്നും ഇല്ല ഗൈസ്. ചേഞ്ച് ഉണ്ടോ? ഇല്ല ഗൈസ്. തുടർച്ചയായിട്ട് ചേഞ്ച് ഇല്ലാതെ കിട്ടി ഗൈസ്. ഹാട്രിക്. ഓക്കെ, $5.40. ഓക്കെ. ഓ ഗൈസ്, പെന്നി വൈസ് വന്നു ഗൈസ്. പെന്നി വൈസ് 9.10. ഓക്കെ ഗൈസ്, നമുക്ക് $250 ആകുമ്പോൾ ഉടനെ തന്നെ നമുക്ക് കടയുടെ പേര് മാറ്റണം. 7.39. ഓക്കെ ഓക്കെ 24.57. ഓക്കെ, അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അടുത്ത് പിന്നെയും ക്രെഡിറ്റ് കാർഡാണ് ഗൈസ്. 11.15. ഓക്കെ ഓക്കെ, അടുത്ത് ഇതുണ്ട് ഗൈസ്. 14.
14 പോയിന്റ് 14.31 ആണ്. ഗൈസ് ഇവിടെ പാർട്ടി മാവന്മാര് ഭയങ്കര ബഹളം ഗൈസ്. നിങ്ങളവിടെ നിങ്ങളെ അമ്മ അച്ഛനൊക്കെ വോട്ടൊക്കെ കിട്ടുമോ ഗൈസ്? പോയിന്റ് 4.3 അല്ലേ ഗൈസ്? നമ്മളെ കടയിൽ സാധനം കുറവല്ലേ, നമുക്ക് ഒരു സംഭവങ്ങൾ വാങ്ങിച്ചാലോ? 1.9. ഓക്കെ, ഈ ചൂടുകാലത്ത് ഈ മാമൻ ഇത് മറ്റേ സംഭവം ഇട്ടുകൊണ്ട് നടക്കണം, സ്വെറ്റർ ഇട്ടുകൊണ്ട് നടക്കണം. എൻ്റെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കാം, കുറച്ച് മതി. പ്രോഡക്ട്സിൽ പോയിട്ട് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് പർച്ചേസ് ചെയ്ത്. ഒരു മാമനല്ലേ ഉള്ളൂ, 8 മാമൻ. ഗ്രാവിറ്റി ഇല്ല. പിന്നെ ഓക്കെ, ക്യാഷ് ആണ് 14 ആണ്. 15 ജീവിച്ച് പോട്ട്. ഓ, ക്രെഡിറ്റ് കാർഡ് വന്നു. 3. ഉപ്പ് വന്നപ്പോ എല്ലാവരും ഉപ്പിന് ഭയങ്കര ഡിമാൻഡാണ്. ക്രെഡിറ്റ് കാർഡ് 4. ഓക്കെ. ഓ അമ്മച്ച് ബൾക്ക്. പിന്നെ ക്രെഡിറ്റ് കാർഡ് 36.09. ഓക്കെ, 09. മണിയാണ് 3 അല്ലേ? 2, 3. 1, 2, 3. ഓക്കെ, ക്യാഷ് ആണ് 30 ഒന്നല്ലേ? -1, 2, 3, 1. എൻ്റെ ക്രെഡിറ്റ് കാർഡ് 3.20. 3.20. സർവതല്ലേ? ഓക്കെ, പൈസ എന്റെ വീട്ടിൻ്റെ അടുത്തുള്ള മാമനാണ്. എനിക്ക് പേരാണ് പേര് വെച്ചോളാം. പേരെന്തോന്നു? കടുവ പ്രസാദ്. പ്രസാദ് അല്ല, കടുവ പ്രസാദ്. മാമന്റെ പേര് കടുവ പ്രസാദ് എന്നാണ് പേര് കിട്ടി. പിന്നെ 85 സെന്റ്. ഓക്കെ, നമുക്ക് ഇന്ന് ഇരുന്നിട്ട് 16.60 മണി 80 അല്ലേ? ഓക്കെ, 9 മണിയായി. $250 ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്ത്. ഓക്കെ, ഗെയിം പിന്നെ സേവ് ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാർവാലോയ്ക്ക് എന്തോ വില കൂടിയെന്ന്. റൈസ് ബാസ്മതി ഒന്നും നമ്മളിലില്ല. അപ്പൊ സീനില്ല, കട ഉറക്കാം. ഉള്ള സംഭവമൊക്കെ ആൾക്കാരൊന്നും വാങ്ങിക്കില്ല. കുറച്ച് ബ്രെഡ് ഓയിലും പെട്ടെന്ന് ഓയിലൊക്കെ എടുത്ത് ബ്രെഡാണ്. ബ്രെഡ്
നമ്മളെ കട അതായത് കടയിലോട്ടാരും കയറുന്നില്ല. കയറി പറഞ്ഞു 6.27 ക്യാഷാണ്. ഞാൻ നിന്ന് $250 എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഫൈനലി ഞാൻ $271 ഉണ്ടായി ഗൈസ്. നമുക്കിനി പേര് മാറ്റിയാലോ? 4.25. ഓക്കെ, പേര് മാറ്റാം ഗൈസ്. ഗൈസ് നമ്മൾ ഫൈനലി പേര് മാറ്റാൻ വേണം. മാനേജ്മെന്റിൽ ചേഞ്ച്. ഗൈസ് നമുക്ക് പേര് മാറ്റാം. സൂപ്പർ മാർക്കറ്റ് എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് പാന്തർ എന്നിടാം ഗൈസ്. PANDHER പാന്തർ. മറ്റേ സംഭവം അങ്ങനെയായിരുന്നു ഇതല്ലേ? പാന്തേഴ്സ് സൂപ്പർ മാർക്കറ്റ് എന്നതാണ് അല്ലേ? സൂപ്പർ ഗൈസ് ഇതിനകത്ത് നിൽക്കുമെന്ന് തോന്നില്ല. നമുക്ക് പാന്തർ എന്നിടാം. വിഡ്ത്ത് മാക്സിമത്തിലാണ് ഗൈസ്. ഹൈറ്റ് നമുക്ക് ഇത്രയും മതി ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് കളർ എങ്ങനെയാണ് ഗൈസ് മാറ്റണം? ഇതിലാണ് ടെക്സ്റ്റ് കളർ. നമുക്ക് പാന്തർ എന്ന വൈറ്റ് തന്നെ എഴുതിക്കാം. അപ്രൂവ്. ഗൈസ് ഞാൻ പേര് മാറ്റി. പേരൊന്ന് നോക്കട്ടെ. പേര് മാറ്റി. ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. ടാറ്റ. സീ യു ലേറ്റർ. ടാറ്റ.